റിയക്കയിൽ നിന്ന് സ്പ്ലിറ്റിലേക്കുള്ള യാത്രയിൽ Pjesma puna memorija, novi je Vanin single. Ona je nastavila s autorskim radom. Pjesmu je napisala prošle zime. I glazbeni producent Goran Kovačić koji je radio mix i mastering. Prekrasna balada, na neki način nastavak na pjesmu Loš trenutak. Njen posljednji objavljeni single s albuma. Novu je pjesmu videom ponovno upotpunio Dario Repoglavac, s kojim je Vana surađivala i prije. Kadrovi su snimljeni u Zagrebu i Lovranu, hotelu Dragan i Lovrana, iz kojeg se pruža prekrasan pogled na Kvarnerski zaljev. U hitu dana, Vana, puna memorija. Hi. Halo, Marija. Kako je? Dobro. Neke slučajne, valjda je bila prilika, na njima uvijek izdana smiješena lica. Koliko sati in Spliti? Pozivam ti ja. 3. Oh my god. Puna. Moram stići do 11 now. Koliko now? 12. 12 now. 1, 1 sati. ništa mi ne duguješ sretan ti put. Nemaš biti zašto Dobro vidiš, a? ni ljut. Daj ne brini za detalje i samo kreni dalje što prije. Ja ću iza tebe pospremiti stan, pozvati do sunce da započne dan i mi opet bit će sve ko prije, ko da ništa bilo nije. Koliko kilometara? Što je tamo? 500? 500 kilometara? Puna. ഇനി സ്പ്ലിറ്റിലേക്ക് 400 കിലോമീറ്റർ കൂടി ഉണ്ട്. എന്താ ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റാണ് പുറത്ത്. അങ്ങനെ പോകണം. നല്ല ഭംഗിയുള്ള റോഡാണ്. രസമൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം പൊഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഹൈ റേഞ്ച് ഒന്നുമല്ല. അവിടെ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ട്. Marija, spava ti, ti spava. Be careful. Marija കറുത്ത കണ്ണടയൊക്കെ വെച്ച് ഉറങ്ങാൻ നിൽക്കുകയാണ്. If you want, you drive, no problem. Kisha. Nema kiša. Kako? Nema. Ništa. Koji pipi tamo? Nema kiša. Koji ima pipi tamo, no? Ima pipi. റോഡിൽ വെള്ളം കണ്ട മാറണം മൂത്രം വെച്ചാന്ന് പറയുന്നത്. Ima sima Marija bara. Puna sima. Pura. $200 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ കാറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൺട്രോളൊന്നും കിട്ടുന്നില്ല. ആടിയൊക്കെ പോകുന്നു.
പീപ്പി പീപ്പി. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, പേടിക്കണ്ട, മൃഗങ്ങളോ ശല്യമൊന്നുമില്ല, മൃഗങ്ങളൊന്നുമില്ല. ആ കൂടെ മാന് മാത്രമേ ഉള്ളൂ ഇവിടെ കാട്ടിൽ. അത് കാരണം വേറെ മൃഗങ്ങളെ ശല്യമൊന്നുമില്ല. റോഡിൽ ആന ഇറങ്ങി നടക്കേ, അല്ലെങ്കിൽ പുലിയൊക്കെ വരിക, നമ്മുടെ കാരണന്മാരൊന്നും പ്രശ്നമില്ല. ആ കൂടെ മാന കാണാം നമുക്ക് വല്ലപ്പോഴൊക്കെ ക്രോസ് ചെയ്യുന്നതാണ്, അത്രേ ഉള്ളൂ. മരങ്ങളൊക്കെ ഇല പൊഴിച്ചു, ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങൾ ഇല പൊഴിച്ചു. നല്ല പ്രകൃതി ഭംഗിയാണ്, എന്ത് രസമാണ്. ഇതിപ്പോൾ ഒരു 5ാമത്തെ പ്രാവശ്യം ഞാൻ ഈ വഴിക്കൂടെ ട്രാവൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാൻ തോന്നുന്നു, പക്ഷെ വെറുതെ ഇല്ല. ഇന്നിപ്പോൾ പോകുന്നത് കുറേ ദൂരത്തേക്കാണ്. ഇനി ഒരു 3 മണിക്കൂർ ഷിപ്പ് യാത്ര ഒന്നുണ്ട്, നോക്കാം. നല്ല മഴക്കാരൊക്കെ മുകളിൽ കാണാനുണ്ട്. നല്ല ഫുള്ള് മഴയായിരുന്നു. പിന്നെ കാലത്ത് പിടിച്ച മഴ രാത്രി ഫുള്ള് 8 മണി 9 മണിവരെയൊക്കെ മഴ ഉണ്ടായിരുന്നു. അവിടെ ഒരു കാറ്റാടി കാണുന്നു, രസമാണ്. ഒക്കെ മരം കഴിച്ച് കാട്ടിക്കൂടെ പോകുന്നു. ഇലക്ട്രിസിറ്റി നോവേ. ഒക്കെ മരങ്ങൾ കംപ്ലീറ്റ് ഇല കുഴിച്ച് വെക്കാണ്, ഒറ്റ ഇലയില്ല, ഒക്കെ കുഴിച്ച്. ഇല ഇങ്ങനെ പൊടിച്ചു വരുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. ഇല പൊഴിക്കണ ടൈം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം ഇല പൊഴിച്ച് വെക്കാണ്. അവിടെയൊക്കെ വരണ്ട് വെക്കാൻ മടിയാണ്, കാരണം ഭയങ്കര തണുപ്പായി കാരണം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നോ ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ചില ടൈമിലൊക്കെ ഇവിടെയൊക്കെ 1 മീറ്റർ 2 മീറ്റർ കണത്തിലൊക്കെ സ്നോ കാണാം, ഐസായിരിക്കും. അപ്പോൾ ടയറൊക്കെ മാറ്റിയിട്ട് ഓടിക്കുക. അപ്പോൾ ടയറൊക്കെ അതിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്നോ ആയിരിക്കും. ഇപ്പം കുഴപ്പമില്ല, നോർമലായിട്ട് പോകുന്നുണ്ട് ഇവിടെ. കാറ്റാടി കംപ്ലൈൻ്റ് ആണ്, ഒന്നും പറയണില്ല. 200 കിലോമീറ്റർ സ്പീഡിലൂടെ കാറ്റ് പോകുന്നുണ്ട്, പക്ഷെ അവിടെ കാറ്റാടിമ ഹരങ്ങൾ പോകുന്നില്ല. എന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല, കംപ്ലൈൻ്റ് ആണ് കാര്യങ്ങളായിട്ട്. ഞാൻ ഇന്നാൾ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. താഴോട്ടാണ് കാറ്റ് തോന്നുന്നത്, മുകളിലേക്ക് ഇത്ര കാറ്റ് കാണുന്നില്ല. താഴോട്ടാണ്, കടലിൻ്റെ അടുത്താണ് ഭയങ്കര കാറ്റ് വരുന്നത്. നല്ല ഭംഗി, നല്ല ഫ്ലോട്ട്. നമ്മുടെ കൊച്ചു ചെറിയൊരു ടൗൺ ആയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു വീടുകളൊക്കെ കാണാം. കുട്ടികളുടെ പാർക്കൊക്കെയാണ്. അങ്ങനെ യൂറോപ്പിലെ ഇടവഴികളൊക്കെ ഇങ്ങനെ കാണിക്കുക, നല്ല രസം കേട്ടോ. എന്താ, ഞാനിനി ഇങ്ങനെ ഷിപ്പിൽ പോയിട്ട് ഇവിടെ എത്തുട്ടോ, ഇറ്റലിയുടെ ബോർഡർ വരെ എത്തും. അവിടെയാണ് നമ്മുടെ അടുത്ത ഒരു ഐലൻഡ്. ഞാൻ ഇന്നാളുണ്ടായിരുന്ന ആ ഒരു ഐലൻഡിൽ തന്നെയാണ്. ഞാൻ ഒരു 10 ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരിക്കും ഇങ്ങോട്ട് തന്നെ, തിരിച്ച് ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ വരും. അവിടെ എനിക്കൊരു 10 ദിവസത്തെ വർക്ക് കൂടെ ഉണ്ട്. 10 മാസം, ചിലപ്പോൾ 1 മാസമൊക്കെ നീണ്ടു പോകും. ആഹാ, അവിടെ ചെറിയ പാടങ്ങളൊക്കെ കാണാം താഴത്ത്.